ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ടീം ഷെക്കനെ അവതരിപ്പിക്കുന്ന അധികമായ അഭിഷേകം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം 10-11 വചനം, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ കൊമ്പിനെ ഞാൻ ഉയർത്തും, അതിന്റെ മേലൊരു പുതിയ അഭിഷേക തൈലം ഞാൻ തളിക്കും. സ്വരം ഉയർത്തി പറയും ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലയളവിൽ, തിന്മ നിറഞ്ഞ കാലയളവിൽ, പാപം നിറഞ്ഞ കാലയളവിൽ, വിശ്വാസം നഷ്ടപ്പെട്ട കാലയളവിൽ അധികമായ അഭിഷേകത്തോടെ ലോകം മുഴുവൻ ഉണരുവാൻ, സഭ ഉണരുവാൻ, ശുശ്രൂഷകർ ഉണരുവാൻ, ദേശങ്ങൾ ഉണരുവാൻ, വൈദികർ ഉണരുവാൻ, യുവതി യുവാക്കന്മാർ ഉണരുവാൻ, ടീം ഷെക്കനെ അവതരിപ്പിക്കുന്ന, കൂട്ടായ്മയിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ അഭിഷേകം, അധികമായ അഭിഷേകം ഈ സമയത്ത് ലഭിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വരമുയരട്ടെ, അതരങ്ങൾ തുറന്ന് സ്വരമുയർത്ത്, കരങ്ങളൊക്കെ ചലിപ്പിച്ചുകൊണ്ട്, നാവൊക്കെ ചലിപ്പിച്ചുകൊണ്ട്, ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവ് വിളിച്ചുകൂട്ടിയ കൂട്ടായ്മയിലേക്ക് പത്രോസിന്റെ മേൽ, കർത്താവേ, യാക്കോബിന്റെ മേൽ, തോമസ് ലീഹായുടെ മേൽ, ഫിലിപ്പോസിന്റെ മേൽ, അന്ത്രയോസിന്റെ മേൽ കടന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങിയ തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. ഭാഷാവരമുള്ളവര് ഭാഷാവരത്തിൽ ആരാധിക്കട്ടെ. നാവിനെ വിട്ടുകൊടുത്ത് കർത്താവേ, കാലയളവില് കവിഞ്ഞൊഴുകുന്ന അഭിഷേകം, പൊട്ടിപ്പുറപ്പെടുന്ന അഭിഷേകം, തീയുടെ അഭിഷേകം, അഗ്നിയുടെ തീ ഇറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, ചലിക്കട്ടെ, ചലിക്കട്ടെ, ദൈവമക്കൾ ചലിക്കട്ടെ, കർത്താവേ, കുടുംബങ്ങൾ ചലിക്കട്ടെ, ദേശങ്ങൾ ചലിക്കട്ടെ, ഭവനങ്ങളിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളുടെ ഹൃദയങ്ങൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് എസെക്കിയേൽ 21:14 മനുഷ്യപുത്ര, നീ കൈകൊട്ടുക, സംഹാരഖഡ്ഗം അവരുടെ മേൽ ആഞ്ഞാഞ്ഞ് പതിക്കട്ടെ. സങ്കീർത്തനം 150-ന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. 2 രാജാക്കന്മാർ 3:15-ന്റെ അഭിഷേകം ഈ സമയത്ത് കർത്താവേ, എലീയായിൽ നിന്ന് പകർന്ന അഭിഷേകം, ഗായകന്റെ മേൽ പകർന്ന അഭിഷേകം, ഗായകന് എലീശായിലേക്ക് പകർന്ന അഭിഷേകം തീയിറങ്ങട്ടെ. കുടുംബങ്ങളെ മേൽ തീയിറങ്ങട്ടെ. കൈയടിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം സന്തോഷത്തോടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിലെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിലെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. ഒറ്റ വിളി ആത്മാവേ, ശക്തി പേമാരിയേക്കാൾ വെല്ലുന്ന മഴയേക്കാൾ വെല്ലുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തീ, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. അസീസിയെ തീ പിടിപ്പിച്ച, വിൻസെന്റ് തീ പിടിപ്പിച്ച, ബെനഡിക്റ്റിനെ തീ പിടിപ്പിച്ച, സഭയെ തീ പിടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, തീ ഇറങ്ങട്ടെ. കർത്താവേ, പെരുമഴക്കാലത്തിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം, ഭയത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ടീം
ശക്തനായോട് ചേർന്ന് ആത്മാവിന്റെ അഭിഷേകം ശക്തിപ്പെടട്ടെ. സഭയുടെ മേൽ, വൈദികരുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ, ഭവനത്തിന്റെ മേൽ, സമർപ്പിത ജീവിതങ്ങളുടെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേൽ, ഗർഭിണികളുടെ മേൽ, നിരാശപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. കരമടിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തിയോടെ പാടാം. മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഇഷ്ടമുള്ളടത്തേക്ക് വീശട്ടെ. സ്വീകരിക്കട്ടെ ദൈവമക്കളെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. യോഹന്നാൻ 7:37 ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ചോദിക്കട്ടെ. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. കരമുയർത്തി സ്വരമുയർത്തി നാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവേ, ഈ കാലയളവില് അധികമായ അഭിഷേകം തിന്മയുടെ മേൽ പൊട്ടിക്കാൻ, തിന്മയെ ബന്ധിക്കാൻ, സാത്താനെ ബന്ധിക്കാൻ, പൈശാചിക പീഡകൾ അഴിക്കാൻ, കർത്താവേ, അവിശ്വാസത്തിന്റെ കാറ്റിനെ ബന്ധിക്കാൻ കർത്താവിന്റെ വിശ്വാസത്തിന്റെ കാറ്റയക്കണമേ. കരമുയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ വിളിക്കട്ടെ, ആത്മാവേ വിളിക്കട്ടെ. കർത്താവേ, 2 രാജാക്കന്മാർ 2:9 വചനം, ഏലിയായിൽ നിന്ന് എലീശായിലേക്ക് സാധാരണ അഭിഷേകം, ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം. തളർന്നിരുന്ന മക്കളെ ദൈവത്തിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ചെങ്കടലിനെ പിളർത്തിയ ദൈവശക്തി, ജെറിക്കോ കോട്ടയെ തകർത്ത ദൈവശക്തി, ജോർദാനെ ചെറുകെട്ടിച്ച ദൈവശക്തി, കർത്താവേ, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയ ദൈവശക്തി, ഈ കാലയളവിൽ സഭയെ തീപിടിപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. ശക്തനാണ് മേൽ, ടീമിന്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ, ജനത്തിന്റെ മേൽ, ടീം ശക്തനായിലൂടെ ഈ ശുശ്രൂഷ ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. കരമടിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ആരാധിക്കാം. ദൈവമക്കളെ ആരും വെറുതെ ഇരിക്കരുത്, ആരും കാഴ്ചക്കാർ വർദ്ധിക്കരുത്. ഈ സമയത്ത് ആടിയും പാടിയും ദൈവത്തെ ആരാധിക്കാൻ പോവാ. ശക്തിയോടെ അഭിഷേകം. പെന്തക്കോസ്തു നാളിലെ മാളിക മുറി, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തു നാളിലെ മാളിക മുറി, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടും കാറ്റ് പോലെ വീശിയെന്നിവ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടും കാറ്റ് പോലെ വീശിയെന്നിവ. മഴ പോലെ പെയ്തിറങ്ങിവ, 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 മഴ പോലെ പെയ്തിറങ്ങിവ. തുറന്നു പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഒരു കൊച്ചു കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ, അപ്പന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് പോലെ ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ, ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ, ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ, ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ശ്രീഹായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അമ്മ മാതാവേ, കവിഞ്ഞ പരിശുദ്ധാത്മാവേ, സഭയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, സഭയെ നയിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, അധികമായ അഭിഷേകം നൽകണമേ, അധികമായ ഒരു അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവമക്കളെ കണ്ണുകളൊന്നടച്ച് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 11:13 പറയുന്നില്ലേ, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി, ആ വാക്ക് ശ്രദ്ധിച്ച്, അധികമായി
അവൻ പരിശുദ്ധാത്മാവിനെ നൽകിയില്ലേ? ദൈവമക്കളെ, ഈ കാലയളവ് കൃപയുടെ കാലയളവാ. ദാഹിക്കുന്നവർക്ക് ആത്മാവിനെ ലഭിക്കുന്ന കാലഘട്ടമാണ്. എഫെസസ് 3:20 പറയുന്നില്ലേ ശ്ലീഹ, നീ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം ചെയ്തു തരുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. നീ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം ചെയ്തു തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദാഹിച്ചേ, നമ്മൾ ആഗ്രഹിച്ചേ, കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണം. പുതിയൊരു അഭിഷേക തൈലം വേണം. കർത്താവിന്റെ ആത്മാവ് നമ്മളെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദാഹിച്ച് ഈരടിയോട് ചേർന്ന് കർത്താവിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം പകരണമേ പരിശുദ്ധാത്മാവേ, മാമളവിൽ അഭിഷേകം പകരണമേ. ചേർന്ന് പാടാം. ഈ കാലഘട്ടത്തിന് അഭിഷേകം പകരണമേ. അധികമായ അഭിഷേകം, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, പരിശുദ്ധാത്മാവേ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. ചേർന്നൊരിക്കൽ കൂടെ. കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, പരിശുദ്ധാത്മാവേ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം, പുതിയൊരു അഭിഷേകം. നിറയട്ടെ, നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പരിശുദ്ധ അമ്മ മാതാവേ, ഭയപ്പെട്ടിരുന്ന സ്ലീഹന്മാരെ, ഓടിപ്പോയ സ്ലീഹന്മാരെ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ, ഭയപ്പെട്ടു പോയ മക്കളെ ഒരുമിച്ച് കൂട്ടിയ പരിശുദ്ധ അമ്മേ, സിഹിയോൻ ഷൂട്ട് അഡ്ഡുശാലയിലെ അമ്മേ, സഭയുടെ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, അധികമായ അഭിഷേകമെന്ന ഈ ശുശ്രൂഷയിലേക്ക് അമ്മയുടെ വലിയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മ പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. അധികമായ അഭിഷേകമെന്ന ഒരു വലിയ ശുശ്രൂഷയിലേട്ടാണല്ലോ നമ്മൾ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ തിന്മ നിറഞ്ഞൊരു കാലയളവാ, ഭയത്തിൻ്റെ ഒരു കാലയളവാ, വിശ്വാസം നഷ്ടപ്പെടുന്ന കാലയളവിൽ ഒരു പുതിയ ശുശ്രൂഷയാണ് അധികമായ അഭിഷേകം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-4 വാക്യത്തിൽ ഏലിയോ വാദിക്കുന്നത് എങ്ങനെയെന്നും അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയും നിങ്ങൾക്കറിയാമല്ലോ. പൗലോസ് ലീഗ പഠിപ്പിക്കുക, കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. എന്നിട്ട് അടുത്ത വചനം, എന്നാൽ അവർ എൻ്റെ ജീവനെ തേടുന്നു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബാലിൻ്റെ മുമ്പിൽ മുട്ടും കുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്.
അപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലയളവിൽ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. പാപം നിറഞ്ഞ ലോകത്തില്, തിന്മ നിറഞ്ഞ ലോകത്തില്, അശുദ്ധി നിറഞ്ഞ ലോകത്തില്, വിശ്വാസം നഷ്ടപ്പെട്ട ലോകത്തില്, സഭാവിരുദ്ധതയുടെ ലോകത്തില്, പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ഒരു പുതിയ ജനത്തെ കർത്താവ് ഈ കാലഘട്ടത്തിൽ പുതിയ അഭിഷേകം നൽകി ഉയർത്താൻ വേണ്ടിയാണ് അധികമായ അഭിഷേകമെന്ന ഈ ശുശ്രൂഷ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ കാലയളവിൽ പ്രാർത്ഥിക്കേണ്ടതാ, നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ കാലയളവിൽ ഉജ്ജ്വലിപ്പിക്കപ്പെടണം. നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മൾ വെളിപ്പെടുത്തണം. തിന്മ നിറഞ്ഞ കാലഘട്ടത്തിൽ സാത്താനെതിരെ ഭയപ്പെട്ടു നിൽക്കാതെ സാത്താനെ ബന്ധിക്കാനുള്ള കാലഘട്ടത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്, സഭയിലൂടെ ലഭിച്ചിട്ടുണ്ട്, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കപ്പെടുവാൻ, വീണ്ടും ഉണർത്തപ്പെടുവാൻ, മങ്ങിപ്പോയ പരിശുദ്ധാത്മാവിനെ തീ കത്തിക്കാൻ, ഊതി ഊതി കത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, മങ്ങി നിറഞ്ഞ അല്ലെങ്കിൽ അഭിഷേകത്തെ മങ്ങിക്കളഞ്ഞ ഈ കാലയളത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നിറയാൻ 4 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് കേൾവിയിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. 2, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ സാന്നിധ്യം കൂടെ നിറയും. 3, പരിശുദ്ധാത്മാവ് പ്രവൃത്തികളിലൂടെ നിറയും. 4, പരിശുദ്ധാത്മാവ് കൈവപ്പ് വഴി നൽകപ്പെടും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം തിരുവചനം. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലയളവിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മങ്ങിപ്പോയ മക്കളുടെ മേൽ, പാപം നിറഞ്ഞ മക്കളുടെ മേൽ, വിശ്വാസം നിറഞ്ഞ ഇല്ലാത്ത മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങും. എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യമുള്ള, ദൈവാഭിഷേകമുള്ള, ദൈവകൃപയുള്ള, ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കുന്ന ദൈവ മക്കൾ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ മാനസാന്തരങ്ങൾ സംഭവിക്കും. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ കാലയളവിൽ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനത്തിന് പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുക. ചിലർ പറയണ വചന പ്രഘോഷണത്തിന് കാലഘട്ടം കഴിഞ്ഞു. ഇല്ല, ഈ കാലയളവാണ് വചന പ്രഘോഷണത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടം. കാരണം നമുക്കറിയാം, ലോകത്തിൽ ഈ കാലയളവിൽ ഈ പ്രതിസന്ധിക്ക് തരണം ചെയ്യാൻ ശാസ്ത്രത്തിൻ്റെ, ടെക്നോളജിക്കോ, മനുഷ്യൻ്റെ ബുദ്ധിക്കോ, മനുഷ്യൻ്റെ കഴിവിനോ, മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കോ, ലോകത്തിനോ ഗവൺമെൻറ്റിനോ സാധിക്കാത്ത ഈ കാലയളവിൽ ലോകത്തിൻ്റെ പ്രതിസന്ധിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. സാത്താന്റെ രാജ്യം തകരണമെങ്കിൽ, തിന്മയുടെ രാജ്യം തകരണമെങ്കിൽ അവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. ദൈവവചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാവും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധ്യാനങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാകുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:29, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ദൈവത്തിന്റെ വചനം പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ കാലയളവിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിർത്താതെ പ്രഘോഷിക്കണം. ഒരുപക്ഷെ ഈ കാലയളവിൽ തളർന്നുപോയ ശുശ്രൂഷകര്, തളർന്നുപോയ ദൈവ ശുശ്രൂഷകർക്ക് കർത്താവ് ഒരു ദൂത് തരിക, ഒരു പ്രവചനം തരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ തളരരുത്. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം. ലോകം എന്തൊക്കെ പറഞ്ഞോട്ടെ, ലോകത്തിന്റെ തത്വശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കണം. ഫുൾട്ടൻ ജേഷിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്
ഞാനും നിങ്ങൾ മനുഷ്യരാണ്, ഞാനും നിങ്ങൾ മനുഷ്യരാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് എന്നോട് യേശുവിൻ്റെ വചനം പറയുന്നത്? വിശുദ്ധ ഫുൾട്ടൻ ചേച്ചി പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാനും നിങ്ങൾ മനുഷ്യരാ, പക്ഷെ ദൈവം എല്ലാ കാലയളവിലും തൻ്റെ ദൗത്യത്തിന് വേണ്ടി ചില കഴുതകളെ തിരഞ്ഞെടുക്കും. എന്ന് വെച്ചാൽ ദൈവ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ദൈവത്തിന് വചനം പ്രഘോഷിക്കാൻ വേണ്ടി ദൈവം ഓരോ കാലയളവിൽ ഓരോ കഴുതകളെ തിരഞ്ഞെടുക്കും. ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും. ആ കഴുതയാകാൻ ഞാൻ തീരുമാനിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കള് ഒരുപക്ഷെ തളർന്നുപോയ മക്കളുണ്ടാകാം, തകർന്നുപോയ മക്കളുണ്ടാകാം. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ഈ വചനം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ തോമാസ് ശ്ലീഹായുടെ വചന പ്രഘോഷണത്തിന്റെ അനന്തര ഫലമാണല്ലോ കേരള സഭ, ഭാരതസഭ, ഫ്രാൻസിസ് സേവ്യറിന്റെ വചന പ്രഘോഷണത്തിന്റെയും വരദാനത്തിന്റെയും അനന്തര ഫലമാണല്ലോ കേരള സഭ, ഭാരതസഭ. ദൈവമക്കളെ, ഈ കാലയളവിൽ സഭയിലെ മക്കൾ ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. ദൈവവചനം മറയില്ലാതെ, മാറ്റമില്ലാതെ, കലർപ്പില്ലാതെ സത്യസന്ധമായി പ്രഘോഷിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ റൂഹ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയപ്പെടാൻ തുടങ്ങും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യമാണ് ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം ചില വ്യക്തികളിലൂടെ നിറയും. എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന യോഹന്നാൻ 4:24 ആ മലയിലും ഈ മലയിലും അല്ല ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, സത്യദൈവത്തെ ആരാധിക്കുന്ന, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമായ യേശുവിനെ മാത്രം ആരാധിക്കുന്ന ദൈവമക്കളുടെ സാന്നിധ്യത്താൽ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അവിടെ ആ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് അഭിഷേകം വരും. ഉദാഹരണം പറയാം, വിശുദ്ധ ഫിലിപ്പിനേരി, കത്തോലിക്ക സഭയിലെ അതിശക്തനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പിനേരി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മണിക്കൂറുകൾ ദൈവാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വിശുദ്ധ ഫിലിപ്പിനേരിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ജഡിക പാപമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നൊന്ന് സ്പർശിച്ചാൽ മതി, ജഡികാസക്തി വിട്ടുപോകും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ, അദ്ദേഹത്തിന്റെ പ്രസൻസിന് സാന്നിധ്യത്താൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഇത് ദൈവത്തിന്റെ ആത്മ. നമുക്കറിയാം വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അഴുകാത്ത നാവിനുടമസ്ഥനായ വിശുദ്ധ അന്തോനീസ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഇതാണ്. ഒരു സെമിനാരിൽ ഒരു ബ്രദർ, ഒത്തിരി ജഡികാസക്തി നിറഞ്ഞൊരു ബ്രദറാണ്. അദ്ദേഹം സെമിനാരി ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. വിശുദ്ധ അന്തോനീസിനോട് പറഞ്ഞു, ഞാൻ ഈ സെമിനാരി ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. എനിക്ക് ജഡിക പാപത്തിന്റെ ആസക്തികളാണ്, എനിക്ക് നിലനിൽക്കാൻ തോന്നുന്ന അറിയത്തില്ല. അദ്ദേഹം ആ ബ്രദറിനോട് പറഞ്ഞ് മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിരസിലേക്ക് വിശുദ്ധ അന്തോനീസ് ഊതുന്ന സമയത്ത് അദ്ദേഹം മറഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, പിന്നീട് സാക്ഷ്യം ഇതാ പറയുന്നത്, പിന്നീട് ഒരിക്കലും ആ തിന്മ അദ്ദേഹത്തെ വേട്ടയാടിയില്ല. ചില വ്യക്തികളുടെ സാന്നിധ്യം. അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ, പരിശുദ്ധ അമ്മ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി അമ്മ മാതാവിന്റെ ഉദരത്തിൽ ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട്, നമുക്കറിയാം കിലോമീറ്റർ അകലെയുള്ള മലഞ്ചെരുവിലേക്ക് തിടുക്കത്തിൽ യാത്രയായി പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എന്ന് വെച്ചാൽ ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു ദേശത്തുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരിടവകയിലുണ്ടെങ്കിൽ ആ ഇടവക അഭിഷേകം പ്രാപിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം സെന്റ് പാട്രിക്, അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റിമറിച്ച വിശുദ്ധനാണല്ലോ സെന്റ് പാട്രിക്. സെന്റ് പാട്രിക്കിന്റെ ചരിത്രം ഇതാ. അയർലൻഡിലേക്ക് സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ പാമ്പിനെയും തിന്മയെയും ആരാധിക്കുന്ന പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട ഒരു ജനം. അയർലൻഡിലെ ജനം മുഴുവൻ പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം മണിക്കൂറുകൾ സുവിശേഷം പ്രസംഗിച്ചു. പക്ഷേ ജനത്തിന് മാറ്റമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ജനത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാട്രിക് എന്ന് പറഞ്ഞ വിശുദ്ധൻ 40 ദിവസക്കാലം ഒരു മലയുടെ മുകളിൽ, മനുഷ്യന് ചെന്ന് കയറാൻ പറ്റാത്ത ഒരു വലിയ മലയുടെ മുകളിൽ പോയി 40 ദിവസം മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 ദിവസമാണ്
ഈ സെന്റ് പാട്രിക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഭൗതിക കാര്യത്തിനു വേണ്ടിയല്ല. ആ ദേശത്തിന് മാനസാന്തരം, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന, പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ, 1 ദിവസം 2 ദിവസം 3 ദിവസമല്ല. ഈശോ പ്രാർത്ഥിച്ചതുപോലെ 40 രാവും 40 പകലും മരുഭൂമിയിൽ മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ, മലമുകളിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ പാട്രിക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സാത്താൻ നേരിട്ട് ഈ പ്രാർത്ഥന അസ്വസ്ഥപ്പെടുത്താൻ നോക്കി. 40 ദിവസക്കാലം മഞ്ഞുമലയുടെ മുകളിൽ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 40-ാം ദിവസം ഈ പാട്രിക്കിന്റെ മേൽ ഒരു ഫയർ തീ ഇറങ്ങി. ആ തീയുടെ അഗ്നിയാലാണ് അദ്ദേഹം അയർലൻഡിനെ മാറ്റിമറിച്ചത്. ആമേൻ. ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മരിച്ചിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സഭയിലുണ്ട്. ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ, ഞാനും നിങ്ങളും വില കൊടുത്താൽ ആത്മാവ് ഇറങ്ങും. രണ്ടാമത്തെ കാര്യമാണ് സാന്നിധ്യത്തിൽ ആത്മാവ് നിറയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ജോൺ മരിയ വിയാനിയുടെ സാന്നിധ്യം, ചില വിശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം, ആത്മീയ അഭിഷേകം നിറയും. മൂന്നാമത്തെ കാര്യമാണ് പ്രവൃത്തി വഴി. വിശുദ്ധ മദർ തെരേസയുടെ പ്രവൃത്തി വഴി, വിശുദ്ധ ജോസഫ് കൊത്തലങ്കയുടെ, വിശുദ്ധ വിൻസെന്റ് പോളിന്റെ അവിടെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാ പ്രവർത്തിച്ചു. നാലാമത്തെ കാര്യമാണ് കൈവപ്പ് വഴി. അഭിഷേകമുള്ള വൈദികരുടെ, അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിക്കും. 2 തിമോത്തി 1:7 എൻ്റെ കൈവപ്പിലൂടെ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവമക്കളെ, എന്തിനാണ് ദൈവം പരിശുദ്ധാത്മാവ് റൂഹ മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നത്? എന്തിനാണ് നമ്മൾ പഠിക്കണം. 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്വരപ്പെടുത്തി പറയും ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറയും ഹല്ലേലൂയാ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം പിതാവായ ദൈവം പരിശുദ്ധ ത്രിത്വം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ മാത്രം കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവനെ നാസാന്തരത്തിലേക്ക് ഊതുന്ന എന്തിനാണെന്നറിയാമോ? ദൈവം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവൻ്റെ ഉള്ളിലേക്ക് ഊതുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം ഡിസൈൻ ചെയ്ത ആലയമാണ് നമ്മുടെ ശരീരം. 1 കൊരിന്തോസ് 3:16 ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമായി പരിശുദ്ധാത്മാവിനെ മാമോദീസ വഴി, സൈലേപനം വഴി എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രക്ഷ സൗജന്യമാണ്. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, രക്ഷ സൗജന്യമാണ്. ഏതു മനുഷ്യൻ ആഗ്രഹിച്ചാലും യേശുവേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ രക്ഷ സൗജന്യമാണ്. നമുക്കറിയാം പത്രോസിന്റെ രക്ഷ സൗജന്യമാണ്. മത്തായി ശ്ലീഹായെ വിളിക്കുന്നത് സൗജന്യമായിട്ടാ. അന്ധയാചമാർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നത്, പാപിനിയായ സ്ത്രീക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. രക്ഷ സൗജന്യമാണ്. എന്നാൽ അഭിഷേകം സൗജന്യമല്ല. അഭിഷേകത്തിന് വില കൊടുക്കണം. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സഭയിൽ മാർപ്പാപ്പയ്ക്കും മെത്രാമാർക്കും മെത്രാപോലിത്തമാർക്കും സമർപ്പിതർക്കും വൈദികർക്കും അൽമേനികൾക്കും ലഭിക്കപ്പെടുന്ന ഒരേ പരിശുദ്ധാത്മാവാ. എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഒരേ പരിശുദ്ധാത്മാവാ. 18 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് ഇന്നും വഴുകാതിരിക്കുന്ന വിശുദ്ധ അന്തോനീസിന്റെ മേലും എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഒരേ പരിശുദ്ധാത്മാവാ. 13-ാമത്തെ വയസ്സിൽ ഈശോയ്ക്ക് സ്നേഹിച്ച് മരിച്ച ഡൊമിനിക് സാബിയോയ്ക്കും ഇപ്പോൾ 13 വയസ്സുള്ള കുഞ്ഞിനും ഒരേ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. 14-ാമത്തെ വയസ്സിൽ വിശുദ്ധിക്ക് വേണ്ടി കുത്തുകളേറ്റ് പിടഞ്ഞു മരിച്ച, പാപത്തോട് നോ എന്ന് പറയാൻ അഭിഷേകം കിട്ടിയ മരിയ ഗൊരേറ്റിക്കും ഈ കാലയളവിൽ നമ്മുടെ പെൺകുട്ടികൾക്കും കിട്ടിയത്, മാമോദീസ സ്വീകരിച്ച പെൺകുട്ടി കിട്ടിയ ഒരേ പരിശുദ്ധാത്മാവാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 48 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച അഗ്നിയുടെ സുവിശേഷകൻ എന്ന് പറയുന്ന വിശുദ്ധ വിൻസെന്റ് മെറിലും എനിക്കും നിങ്ങൾക്കും കിട്ടിയത് ഒരേ പരിശുദ്ധാത്മാവാ. മദർ തെരേസായ്ക്കും മറിയം ത്രേസ്യായ്ക്കും
ദൈവസഹായത്തിനും യൗപ്രാസ്യമ്മയ്ക്കും ജോൺ പോൾ മാർപ്പാപ്പയ്ക്കും അൽമായ വിശുദ്ധരായ വിശുദ്ധ ഗീവർഗീസിനും സെബസ്ത്യാനോസിനും ജിയന്ന ബെററ്റ മോളയ്ക്കും നമുക്കെല്ലാം കിട്ടിയ ഒരു പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മുടെയൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മങ്ങിക്കളഞ്ഞു. നമ്മുടെയൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തിക്കളഞ്ഞു. ഞാനും നിങ്ങളുമൊക്കെ ഈ ശരീരത്തെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്, ഡോക്ടറെ കാണാറുണ്ട്, ശരീരവർദ്ധക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് അത് വേണ്ട എന്നല്ല പറയണത്. ശരീരം നമുക്ക് പ്രധാനപ്പെട്ടതാ. പക്ഷേ ഈ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ തീറ്റ കൊടുക്കാറുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ വില കൊടുക്കാറുണ്ടോ? അധികമായ ഒരു അഭിഷേകം ഒരു ദൈവജനത്തിന് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. ഈ പരിശുദ്ധാത്മാവിനെ ഒരു പക്ഷേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പലരുടെയും പരിശുദ്ധാത്മാവ് മങ്ങിയിട്ടുണ്ട്, ആറിപ്പോയിട്ടുണ്ട്, തണുത്തു പോയിട്ടുണ്ട്. ചില വ്യക്തികളുടെ ഉള്ളിൽ പാപം നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിനകത്ത് കിടന്ന് വീർപ്പുമുട്ടി വേദനിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് തീ കത്തിക്കണം. ഈ പരിശുദ്ധാത്മാവിന് തീ കത്തിക്കണം. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കൾ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയില്ലേ, റോമാലേഖനം 11-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, ഈ കാലയളവിൽ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത കൃപയുടെ 7000 മക്കൾ, കൃപയുടെ മക്കൾ. സ്വരപ്പെടുത്തി പറ ഹല്ലേലൂയാ. അതെല്ലാ കാലയളവിലും ഉണ്ട് ദൈവമക്കളെ. ഈ കൃപയുടെ അഭിഷേകം ലഭിക്കപ്പെടാൻ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഡിസംബർ മാസം 26-ാം തീയതി ഈ സമയത്ത് ഈ 9:30 മണിക്ക് ഈ വചനം പറയുമ്പോൾ ഇന്ന് തിരുസഭ മാതാവ് ഒരു പ്രധാനപ്പെട്ട വിശുദ്ധന്റെ തിരുനാളാണ്. നമുക്കെല്ലാം അറിയാം, സ്റ്റെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസ് ഡീക്കൻ, സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. ഈ രക്തസാക്ഷി ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഈ കല്ലുകൾ വരുമ്പോൾ ധൈര്യത്തോടെ നേരിട്ടത് സൈക്കോളജി കൊണ്ടോ ആത്മീയ അല്ലെങ്കിൽ മാനുഷിക പവർ കൊണ്ടോ അല്ല. ആദിമസഭയിൽ ഇതുപോലെ രക്തസാക്ഷികൾ ഉണ്ടായത് മെന്റൽ പവർ കൊണ്ടോ സൈക്കോളജി കൊണ്ടോ ലോകത്തിന്റെ തത്വചിന്ത കൊണ്ടോ ലോകത്തിന്റെ പണം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ അല്ല, അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവാ. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുക. അതായത് സ്റ്റെഫാനോസിൽ വെളിപ്പെട്ട കൃപാവരം, സ്റ്റെഫാനോസിൽ വെളിപ്പെട്ട കൃപാവരം. ഈ കൃപാവരമാണ് ഈ കാലയളവിൽ നമുക്ക് വേണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. ഒരു കാലയളവ് വരെ നമ്മളൊക്കെ പഠിപ്പിച്ചു മൊബൈൽ ഉപയോഗിക്കണ്ട, ടെക്നോളജി ഉപയോഗിക്കണ്ട, കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. പക്ഷെ ഈ കാലയളവിൽ കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഏതൊക്കെ നോ പറഞ്ഞു അതൊക്കെ ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. നിയമാവർത്തനം 30:14. നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ബറാബാസിനെ വെച്ചിരിക്കുന്നു, യേശുവിനെ വെച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവമക്കളെ, ദൈവകൃപയ്ക്കൊത്ത വിധം, വിശുദ്ധിക്കൊത്ത വിധം, നന്മയ്ക്കൊത്ത വിധം നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ, തിന്മ നിറഞ്ഞ കാലയളവിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്മയെതിരെ പോരാടണമെങ്കിൽ അവരുടെ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറഞ്ഞു പാപത്തിൽ നിന്ന് ഓടി മാറാൻ, എന്നാൽ പുതിയ നിയമത്തിൽ പറയുക പാപത്തെ കീഴ്പ്പെടുത്താൻ. പാപത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ, തിന്മയെ കീഴ്പ്പെടുത്തണമെങ്കിൽ, പൈശാചിക ശക്തിയെ ബന്ധിക്കണമെങ്കിൽ നമുക്ക് ആത്മീയ പവർ വേണം. ഈ ആത്മീയ പവറിന് വേണ്ടിയാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, ശ്രദ്ധിക്കണം. നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാം. ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാം മാർക്കറ്റിൽ പോകുന്ന പച്ചക്കറി മേടിക്കാനും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനായിട്ട് മാർക്കറ്റിൽ പോവാം. അങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ കാലഘട്ടമെന്ന് വിചാരിക്കും.
ഇപ്പൊ നമ്മൾ മാർക്കറ്റിലൂടെ പോകുമ്പോൾ നല്ല മൽഗോവ മാങ്ങപ്പഴം ഒരു കച്ചവടക്കാരൻ വിൽക്കുന്നു. നമ്മളോട് ചെല്ലുമ്പോൾ, അല്ലെ നമ്മൾ ആരെങ്കിലും ചെല്ലുമ്പോൾ, അദ്ദേഹം ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അതിലൊരു കഷ്ണം നമുക്ക് തരും. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ നമ്മളത് കൈ നീട്ടി മേടിക്കും. ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ കൈ നീട്ടുവാണെങ്കിൽ അദ്ദേഹം തരത്തില്ല. ശ്രദ്ധിക്കണേ, ആദ്യം ആ മാങ്ങപ്പഴം നമുക്ക് ലഭിച്ചത് ഫ്രീ ആയിട്ടാണ്. രണ്ടാമത് നമ്മൾ കൈ നീട്ടുമ്പോൾ വില കൊടുക്കണം. അതുകൊണ്ടാണ് ബ്രദർ പറയണത്, ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നമുക്ക് അനുഭവം ഫ്രീ ആയിട്ടാ, രക്ഷ സൗജന്യമാ. എന്നാൽ അഭിഷേകത്തിന് നമ്മൾ വില കൊടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രക്ഷ സൗജന്യമാ. ഇനി അധികമായൊരു അഭിഷേകം എനിക്ക് വേണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഈ കാലയളവിൽ വേണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. അങ്ങനെയാണ് വിശുദ്ധാത്മാക്കൾ വില കൊടുത്തത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പൗലോസ്ലീഗായ്ക്കും പത്രോസ്ലീഗായ്ക്കും തോമാസ്ലീഗായ്ക്കും ഫിലിപ്പിനേരിക്കും ജോൺ മരിയ വിയാനിക്കും അൽമായ വിശുദ്ധർക്കും എനിക്കും നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് അവർക്ക് വലിയ പരിശുദ്ധാത്മാവല്ല കിട്ടിയത്. നമുക്ക് ഉണങ്ങിയ പരിശുദ്ധാത്മാവല്ല, ഒരേ പരിശുദ്ധാത്മാവ്. പക്ഷെ അവര് ഊതി 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 ജ്വലിപ്പിച്ചെന്ന് വെച്ചാൽ പ്രാർത്ഥനയാൽ, കൂദാശകളാൽ, വചനത്താൽ, ഉപവാസത്താൽ, സുവിശേഷ വേലയാൽ അവർ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനെ ജ്വലിപ്പിച്ച് 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 അത് തീ കത്തി. അതാണ് അയർലൻഡിനെ കീഴടക്കിയത്. അതാണ് ബെനഡിക്റ്റിൽ വെളിപ്പെട്ടത്. അതാണ് വിൻസെന്റ് പെറൽ വെളിപ്പെട്ടത്. അതാണ് ഡൊമിനിക് സാവിയൽ വെളിപ്പെട്ടത്. അതാണ് താർസൂസിൽ വെളിപ്പെട്ടത്. ഈ അഭിഷേകം ഈ 21-ാം നൂറ്റാണ്ടിൽ എക്സ്ട്രാ ഓർഡിനറി അഭിഷേകം തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഇതാണ് വേർപാട് വേണം. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് നശിച്ചുപോയ കാലഘട്ടമല്ല. ഇതാണ് സുവിശേഷ വേലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൊയ്ത്തിന്റെ കാലഘട്ടം. ഇനിയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും പ്രാധാന്യം. പാപം നിറഞ്ഞെടുത്ത് പൗലോസ്ലീഗായുടെ പരിശുദ്ധാത്മാവെടുത്തി അതിനേക്കാൾ അപ്പുറമായി കൃപ വർദ്ധിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കൃപയാണ്, ഗ്രേസ് ആണ് നമുക്ക് വേണ്ടത്. എന്നാ കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പ്രത്യേകമായി സ്പർശിക്കുകയും സ്വാധീനിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്നതാണ് കൃപ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാഹിക്കണമെന്ന് പറയണത്. ദാഹിക്കണം, നമുക്ക് ആഗ്രഹമുണ്ടാകണം. എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകണം. വിശുദ്ധ മത്തായി 7:7 ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തുമെന്ന് പറയണത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമല്ല, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ്. നമുക്ക് ഈ കാലയളവിൽ ആ ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ചാരം മൂടിക്കിടക്കുന്ന കനല് കെട്ടുപോയ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കണം. 2021 അവസാനിക്കാറായി. 2022 വരുമ്പോൾ പുതിയൊരു അഭിഷേകം. ഞാൻ ദൈവമക്കളോട് പറയുക, രോഗം മാറി ഒരു കാലഘട്ടം ഇനി ഉണ്ടാകത്തില്ല. ലോകം മാറി, ഈ കൊറോണ മാറി അടുത്ത രോഗം വരും. ഒരു പ്രകൃതി ദുരന്തം വന്ന് അടുത്ത പ്രകൃതി ദുരന്തം വരും. രോഗത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, മനുഷ്യന്റെ അറിവ് വർദ്ധിക്കും. അറിവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാ. അതുകൊണ്ട് ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ കാലയളവിൽ വിശ്വാസ വീരന്മാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു. സഭയിലാണ് പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടങ്ങളിൽ, സഭയിൽ വലിയ ക്രൈസിസ് ഉണ്ടായ കാലഘട്ടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ച വിശ്വാസ വീരന്മാരെ നോക്കിക്കേ. അവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. എന്നാൽ അവർ അസാധാരണമായ അഭിഷേകം അവർക്ക് വെളിപ്പെട്ടത് അവർ ദൈവസന്നിധിയിൽ ഇരുന്നത് ഭൗതിക കാര്യത്തിന് വേണ്ടിയല്ല. അവർ ചോദിച്ചത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാ. അവർ ചോദിച്ചത് ആത്മാക്കൾക്ക് വേണ്ടിയാ. സെന്റ് പാട്രിക് റോക്കിന് മുകളിൽ
ഏകദേശം 1000 അടി ഉയരമുള്ള ഈ റോക്കിന്റെ മുകളിൽ മഞ്ഞുമലയ്ക്കകത്തിരുന്ന് 40 നാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചത്, കർത്താവേ അയർലൻഡിന്റെ മേൽ തീയിടണം, അയർലൻഡിലെ ആത്മാക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫയർ ഇറങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും തൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കുക, എന്നെ കർത്താവേ ഈ കാലയളവിൽ ഒരു അധികമായ അഭിഷേകം തരണം, എന്നെ അങ്ങ് തീപിടിപ്പിക്കണം ആഗ്രഹിക്ക്. നീ ചോദിക്കുന്നതിനപ്പുറമായി തരുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. നീ ചോദിക്കുന്നതിനപ്പുറമായി പരിശുദ്ധാത്മാവിനെ നൽകും. എന്ന് വെച്ചാൽ ആത്മാവിന്റെ ഒരു ജ്വലനം നിന്നിലുണ്ടാകും. നിന്നിലൂടെ തീ കത്താൻ തുടങ്ങും. നിന്നിലൂടെ ദർശനങ്ങൾ, വെളിപ്പെടുത്തലുകള്, കൃപയുടെ വരങ്ങള് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങും. സാത്താൻ ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം 21-25 പറയുന്ന നിന്റെ എതിരാളികൾക്കാർക്കും, 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ 21-15 പറയുന്ന നിന്റെ എതിരാളികൾക്കാർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഈ കാലയളവിൽ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, നമുക്കൊരു തീ ഉണ്ടാകണം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വില കൊടുക്കാൻ തയ്യാറുണ്ടോ? നമ്മൾ ഫ്രീ ആയിട്ട് മേടിച്ചതാ, ശരിയാ. ഞാൻ വീണ്ടും പറയാം, രക്ഷ സൗജന്യമാ, ദൈവകരുണ സൗജന്യമാ, എന്നാൽ അഭിഷേകം സൗജന്യമല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 പത്രോസ്ലീഗായ്ക്ക് രക്ഷ സൗജന്യമായി കിട്ടി, എന്നാൽ അഭിഷേകം കിട്ടിയത് പെന്തക്കോസ്ത നാളിൽ 10 ദിവസക്കാലം വില കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി. നമുക്കറിയാം, ഒറ്റ പ്രസംഗത്തിൽ ഭയപ്പെട്ടിരുന്ന സ്ത്രീകന്മാര് ആരെയൊക്കെ പേടിച്ച്? യഹൂദന്മാരെ പേടിച്ച്, റോമക്കാരെ പേടിച്ച്, സഹോദരി സ്ത്രീകളെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച് ഭയപ്പെട്ട് കഥകളച്ചിരുന്ന മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ധൈര്യത്തോടെ പ്രസംഗിച്ച ഒറ്റ പ്രസംഗത്തിൽ 22 വാക്ക് പറഞ്ഞപ്പോൾ 3000 പേരുടെ ഹൃദയങ്ങൾ നുറുങ്ങി മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 അതാണ് അഭിഷേകത്തിന് വില കൊടുപ്പുണ്ട്. അഭിഷേകത്തിന് വില കൊടുപ്പുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാർ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ. ഭിന്നിച്ചിരിക്കുന്ന ഇവരെ ഒന്നിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറ്റും. ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ, പൊറുക്കാൻ ആത്മാവിന്റെ സഹന ശക്തി ലഭിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. നമുക്കറിയാം, നമ്മൾ TV മാധ്യമങ്ങളിലൂടെ സഭയ്ക്കെതിരെ വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തില് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിന് വേണ്ടി വചനത്തെ നെഞ്ചോട് ചേർത്ത് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ലെന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും രക്തസാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലെങ്കിൽ ഈ കാലയളവിൽ ദൈവമക്കൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആദിമസഭയിലെ വിശ്വാസികൾ പിടിച്ചു നിന്നത് ആയുധബലത്താല, സൈന്യബലത്താല, ലോകത്തിന്റെ ടെക്നോളജി കൊണ്ടോ, ലോകത്തിന്റെ ബുദ്ധി കൊണ്ടോ, ലോകത്തിന്റെ പ്രത്യയശാസ്ത്രം കൊണ്ടല്ല. വാളിന് മുമ്പിൽ നിന്നത്, സിംഹത്തിന് മുമ്പിൽ ഇട്ടത്. ദൈവമക്കളെ, സിംഹത്തിന് മുമ്പിൽ മാസങ്ങളോളം, ദിവസങ്ങളോളം വിശന്നിരിക്കുന്ന സിംഹത്തിന് മുമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയാൻ, മരിക്കാൻ, രക്തസാക്ഷിയാകാൻ ഇവർക്ക് ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് നമ്മൾ ഈ കാലയളവിൽ നിറയണം. ഈ ആത്മാവിന്റെ തീ നമ്മൾ ഇന്ന് അറിയണം. നമുക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. കർത്താവിന്റെ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് വ്യത്യസ്തമായൊരു പ്രാർത്ഥന. ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ച ഒരു ശുശ്രൂഷ തുടങ്ങും നമ്മൾ പ്രാർത്ഥിച്ചത് ലൗകിക കാര്യങ്ങളാണ്. എന്നാൽ ഭൗതിക കാര്യങ്ങളല്ല, ആത്മീയ സ്പിരിച്വൽ. എനിക്ക് പ്രാർത്ഥിക്കാൻ അഭിഷേകം വേണം. എനിക്ക് വചനം പറയാൻ അഭിഷേകം. എനിക്ക് ഈ കാലയളവിൽ യേശുവിന് വേണ്ടി വാദിക്കാൻ അഭിഷേകം വേണം. ദൈവമക്കളെ, നമുക്കറിയാം 2022 ഭാരത സഭയ്ക്ക് കർത്താവ് ഒരു സമ്മാനം നൽകുന്നതാണ് ദൈവസഹായം പിള്ള. ദൈവസഹായം പിള്ള ഓർത്തു നോക്കിക്കേ.
എത്രയൊക്കെ പീഡനമുണ്ടായിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാതിരുന്ന മനുഷ്യൻ അവസാനം കാറ്റാടി മലയുടെ മുകളിൽ കൊണ്ട് വെടിവെക്കാൻ കൊണ്ടുപോകുമ്പോൾ വെടിപൊട്ടാതിരിക്കുമ്പോൾ ധൈര്യത്തോടെ ആ വെടി തോക്കിങ്ങതാ എന്ന് പറഞ്ഞു കുരിശു വരച്ചു വെച്ചോളാൻ പറഞ്ഞ് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ ദൈവസഹായത്തിന് ഈ ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവ്. തമിഴ്നാട്ടിൽ ഓരിയൂർ എന്ന സ്ഥലത്ത് ഫ്രാൻസിസ് സേവയുടെ തീഷ്ണത കണ്ടിട്ട് ജസൂട്ട് വൈദികനായ ജോൺ ബ്രിട്ടോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഭാരതത്തിൽ വന്ന് സുവിശേഷ വേല പ്രസംഗിച്ച് സത്യദൈവത്തെ പ്രഘോഷിച്ചതിന്റെ പേരിൽ കൈയും കാലും കെട്ടിയിട്ട് കഴുത്ത് നീട്ടി ആര് വാളെടുത്ത് വെട്ടുമ്പോൾ ദൈവമക്കളെ വെട്ടുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ ആ തല നേരെ തിരിഞ്ഞു നിന്ന് ചിരിച്ചെന്നാ പറഞ്ഞത്. ഈ ധൈര്യം വിശുദ്ധ ജോൺ ബ്രിട്ടോസിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, ഒരൊറ്റ ഫ്രാൻസിസ് സേവ്യറാ 1.25 ലക്ഷം പേര് യേശുവിനെ കൊടുത്ത ഒരു തീഷ്ണതയുള്ള മനുഷ്യന് ലഭിച്ചത് പരിശുദ്ധാത്മാവ്. നമ്മള് പ്രാർത്ഥനയുടെ ശൈലികൾ മാറണം, നമ്മളെ പ്രാർത്ഥനയുടെ രൂപങ്ങൾ മാറണം. എനിക്ക് ആത്മാവിന് ശക്തി വേണം, ആത്മാവിന് തീ വേണം. കർത്താവേ, ധൈര്യത്തോടെ നാണക്കേടില്ലാതെ എന്റെ കർത്താവിന് വേണ്ടി കുരിശിൽ 3 ആണികൾ തൂക്കപ്പെട്ട് പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് നഗ്നനായി മണിക്കൂർ പിടഞ്ഞ് മരിച്ച എനിക്ക് വേണ്ടി ചങ്കുകുത്തി പൊട്ടിച്ചു തന്ന അഗാപ്പെ ഒട്ടിക്കത്തെ സ്നേഹമായ മുട്ടിച്ച സ്നേഹമായ എന്റെ കർത്താവിന് വേണ്ടി നാണമില്ലാതെ പ്രഘോഷിക്കാൻ, നാണമില്ലാതെ ആരാധിക്കാൻ, നാണമില്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒരു അഭിഷേകം എനിക്ക് വേണം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരമക്കളെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടത്തണമേ. അവിടുത്തെ ശീലാസിലേക്ക് പകർന്ന അഭിഷേകം പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ ആത്മാവ് പകരട്ടെ, വചനങ്ങളിലേക്ക് വരണമേ, പകരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, അധികമായ അഭിഷേകം, ദൈവത്തിന്റെ അധികമായ തീ, ദൈവത്തിന്റെ കാറ്റായി അതിനായിരം കൃപ വീശുക. Full of grace, full of grace, full of grace. കർത്താവിന്റെ ആത്മാവ് കൃപ തരട്ടെ. ആമേൻ, ആമേൻ, fire from above, fire from above. സ്വർഗീയ ആവി ഇറങ്ങട്ടെ, സ്വർഗീയ തീ, സ്വർഗീയ അഗ്നി, സ്വർഗീയ fire. കർത്താവിന്റെ ആത്മാവേ, കരമടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിച്ചു പാടിക്കേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചു പാടാം. നിറയണമേ, 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ. ഒറ്റ വിളി ആത്മാവേ, ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, സഭാ നേതൃത്വത്തിനുമേ, കുടുംബങ്ങളുമേ, കർത്താവ് ദേശത്തിനുമേ അടഞ്ഞ വാതിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന,
കാലഘട്ടത്തിന്റെ അഭിഷേകം, ആമേൻ. അധികമായ അഭിഷേകം അഭിഷേകം. പതിനായിരങ്ങളിലേക്ക് ഓ, യേശുവേ. ഈ സമയം വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 Praise the ഹല്ലേലൂയ. Lord. Praise the Lord. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തമായിട്ടിരിക്കാൻ ദൈവമക്കളെ നമുക്കൊരു ആഗ്രഹം, ഇപ്പൊ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാണ്. എനിക്കിങ്ങനെ പോയ പോരാ. എന്നെ ഭയങ്കരമായി സ്പർശിച്ച ഒരു വചനമുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്തോഷപ്പെടുത്തൽ പറഞ്ഞപ്പോൾ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് തന്ന വചനം വീണ്ടും എനിക്ക് തന്നു. എടുത്ത് ഞാൻ വായിക്കുമ്പോൾ കിട്ടിയ വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ വാക്യം. വളരെ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് 2004 എൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റിമറച്ച വചനം. കോട്ടയം നവജീവനിൽ ഇരിക്കുമ്പോൾ എനിക്ക് കർത്താവ് വചനം തന്നാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തുറന്നെടുത്ത ഉടനെ ആ വചനം വീണ്ടും തന്നു. ആ വചനം ഇതാണ്. അതായത് ജെറമിയ പ്രവാചകൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് പരിഹാസം ഏറ്റെടുത്ത്, നിന്ദനം ഏറ്റെടുത്ത് മടുത്തു, മനസാന്തരം ഉണ്ടാകുന്നില്ല. അപ്പൊ ജെറമിയ പ്രവാചകൻ പറയാ, കർത്താവിന്റെ വചനം എനിക്ക് അവിടെ അടുത്തേക്ക് നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ ഞാൻ മേലിൽ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. അടുത്ത ശ്രദ്ധിക്കണം, ഇതിന്ന് പല ശുശ്രൂഷകരും പറഞ്ഞൊരു കാര്യമാണ്. കൊറോണയായി അടയ്ക്കപ്പെട്ടു. ദൈവമക്കളെ വീണ്ടും ഞാൻ പറയാം, എല്ലാ ശുശ്രൂഷകരോടും, എൻ്റെ പ്രിയപ്പെട്ട വൈദികർ, സമർപ്പിതർ, വചന പ്രഘോഷകർ, കൗൺസിലേഴ്സ് എല്ലാവരോടും ഞാൻ പറയാ, ഇനിയാണ് കൊയ്ത്തിന്റെ കാലഘട്ടം. ആമേൻ. വിളവധികം വേലക്കാര ചുരുക്കം. ലൂക്കാ 10:2. വിളവിന്റെ നാഥനോട് ഇനിയാണ് കൊയ്ത്തിന്റെ കാലഘട്ടം. കാരണം നമുക്കറിയാം, ഒരു സോപ്പ് വെള്ളം വീണാൽ നശിച്ചു പോകുന്ന വൈറസ് ലോകത്തെ കീഴ്പ്പെടുത്തി. ഒന്ന് മാറി പ്രശ്നങ്ങൾ വരുമ്പോഴാണ് തിരുവചനത്തിന്റെ പ്രസക്തി. ചിലവർ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇനി മടുത്തു, പ്രാർത്ഥനയില്ല, ശുശ്രൂഷയില്ല, ദൈവമെവിടെ? ദൈവമക്കളെ, ജെറമിയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ നാമം പറയില്ല, ഞാൻ നിന്ദനവും പരിഹാസമേറ്റു. അടുത്ത വചനം 20:9. എന്നെ 2004 മാറ്റിമറച്ചൊരു വചനം വീണ്ടും പരിശുദ്ധാത്മാവ് വന്നു. 24 മേലിൽ ഞാൻ സംസാരിക്കുന്ന പറഞ്ഞു, എന്നാൽ എൻ്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ ഞാൻ അടച്ചിട്ടിരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ തളർന്നു. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, എൻ്റെ അസ്ഥിക്കുള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി, സുവിശേഷത്തിന്റെ തീ. ഈ ആത്മാക്കൾ നശിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഈ ആത്മാക്കൾ നശിക്കുമ്പോ, ദൈവദൂഷണം പറയുന്ന കാലഘട്ടത്തിൽ നരകത്തിലേക്ക് കുത്തൊഴുകി ആത്മാക്കൾ നശിക്കുമ്പോഴാണ് സുവിശേഷ വേലയുടെ, പ്രാർത്ഥനയുടെ, ഹോളി സ്പിരിറ്റിന്റെ, ദൈവവചനത്തിന്റെ പ്രസക്തി. ഹല്ലേലൂയ പറഞ്ഞേ. അല്ല, എല്ലാ വഴിയും റെഡിയായി, എല്ലാം ഓക്കെ ആക്കുമ്പോഴല്ല സുവിശേഷ വേല. എന്റെ യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഭാരതത്തിൽ തോമസ് ലീഗ വന്നപ്പോൾ എന്ത് അനുകൂലമുണ്ടായിരുന്നു. ഫ്രാൻസിസ് സേവ്യർ വന്നപ്പോ എന്താ രാത്രി മുഴുവൻ ഗോവയിലെ ചാപ്പലിരുന്ന് രാത്രി കുരിശിനെ കെട്ടിപ്പിടിച്ച് ദിവ്യഗാനത്തെ നോക്കി, കർത്താവേ ആത്മാക്കളെ താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മണികിലേക്ക് പോയി യേശുവിനെ പ്രഘോഷിച്ച് തീരദേശങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിത്തിട്ടതിന്റെ, സുവിശേഷത്തിന്റെ വേല ചെയ്തതിന്റെ പ്രതിഫലമല്ലേ വേളാങ്കണ്ണി മുതൽ ഈ തീരദേശം വഴിയുള്ള ക്രൈസ്തവ വിശ്വാസികൾ. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താനുകൂല്യമുണ്ടായിരുന്നു. ജോൺ ബ്രിട്ടോസ് വന്നപ്പോ, ദൈവസഹായം പിള്ള ശുശ്രൂഷയുടെ വില ചെയ്തപ്പോ, യേശുവിന്റെ മക്കളെ അനുകൂലമായി. അതുകൊണ്ടാണ് പൗലോസ് 2 തിമോത്തി പറയുന്നത് 4:2, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ. എന്റെ ക്രിസ്തുവിനെ പ്രതി അപ്പോസ്തലന്മാർ അടികെട്ടിയപ്പോൾ എന്റെ ക്രിസ്തുവിനെ പ്രതി അപമാനം ഏറ്റെടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവിനാലാ. ആമേൻ. അവരെ ഇവരെ നോക്കിയാൽ നീ സുവിശേഷ വേല ചെയ്യത്തില്ല.
ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നീ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരാളെ മാത്രമേ കാണാവുള്ളൂ, നിനക്ക് വേണ്ടി മരിച്ചവൻ, നിനക്ക് വേണ്ടി കാലുത്തൊഴുത്തി പറന്നു വീണവൻ, നിനക്ക് വേണ്ടി 3-ാം നാൾ ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ചവൻ, രണ്ടാമത് വരുമെന്ന് ഉറപ്പുള്ളവൻ. അവന് വേണ്ടിയാണ്, ആത്മാവിന് വേണ്ടിയാണ് ഈ സുവിശേഷ വേലയുണ്ട്. അതിനാണ് അധികമായ അഭിഷേകം വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയത് വെച്ചോണ്ടല്ല ഇരിക്കേണ്ടത്, പുതിയ അഭിഷേകം, പുതിയ തീ, പുതിയ കൃപ, പുതിയ ശക്തി, പുതിയ അഭിഷേകം, പുതിയ വചനം, പുതിയ കൃപാവരങ്ങൾ വേണമെങ്കിൽ ദൈവമക്കളെ നീ ആഗ്രഹിക്കണം. നീ ആഗ്രഹിക്കണം. നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ മേൽ ഒരു തീ വരും, നിന്റെ മേൽ ഒരു ജ്വലനം വരും, നിന്റെ മേൽ ഒരു അഭിഷേകം വരും. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ദൈവം എന്തിനാ ഒരുക്കിയെന്നറിയാമോ? തളർന്നിരുന്ന അനേകം മക്കളെ തീ പിടിപ്പിക്കാൻ, വിശ്വാസം നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങളെ ജ്വലിപ്പിക്കാൻ കർത്താവിന്റെ സുവിശേഷത്തിന്റെ കാറ്റിനി വീശാൻ പോവുക. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ലോകത്തിന്റെ മോഹങ്ങൾ മടുക്കും ദൈവമക്കളെ, ഇതൊക്കെ ചെകിടിക്കും മക്കളെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, അതാണ് വിശുദ്ധാത്മാക്കള്. വിശുദ്ധ അൽഫോൻസ് ലഗോരിയെ പോലുള്ള, ഫ്രാൻസിസ് ബോർജിയെ പോലുള്ള വിശുദ്ധാത്മാക്കൾ സകലത് ഉപേക്ഷിക്കാൻ കാരണം ഈ ആത്മാവിന്റെ തീയ. ഫ്രാൻസിസ് അസീസിക്ക് ഉപേക്ഷിക്കാൻ തയ്യാറ്. നമുക്കറിയാം, സ്വന്തം അപ്പന്റെ മുമ്പിൽ വെച്ച്, ബെർണാഡിന്റെ മുമ്പിൽ വെച്ച്, പട്ടി വ്യാപാരിയായ അപ്പന്റെ മുമ്പിൽ വെച്ച്, മെത്രാനച്ഛന്റെ മുമ്പിൽ വെച്ച് ഉടുതുണി പോലെ വിരിച്ചിട്ട് പോകുന്ന വഴിക്ക് ഒരു ചാക്ക് എടുത്തിട്ട്, കീറിയ ചാക്കിട്ടിട്ട് അതിലൊരു കയറ് കെട്ടിയിട്ട് ദാരിദ്ര്യമെന്ന പുണ്യമെടുത്തുകൊണ്ട് 12-ാം നൂറ്റിൽ ഭ്രാന്തനെ പോലെ നടന്ന അസീസിയിലെ ഫ്രാൻസിസ് ആണ് സെക്കൻഡ് ക്രിസ്തു എന്നറിയപ്പെടുന്ന മനുഷ്യനാണ്. 5000 വിശുദ്ധന്മാർക്ക് ജന്മം നൽകിയ ഫ്രാൻസിസ്കൻ ശൈലി കൊണ്ടുവന്നത് ഒരു വ്യക്തിയിലെ മേൽ പരിശുദ്ധാത്മാവ് തീയിറങ്ങിയതാ. ഞാനിത് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയല്ല, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ചില തളർന്ന മക്കൾക്ക് വേണ്ടി. ഒരു വ്യക്തി ഒരു ദേശത്ത് എഴുന്നേറ്റാ മതി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു വ്യക്തി ഒരു ദേശത്ത് എഴുന്നേറ്റാ മതി. ഒരു വ്യക്തി കുടുംബത്തിൽ എഴുന്നേറ്റാ മതി. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി. കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. നുണയുടെ കാലഘട്ടത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കാണുന്നില്ലേ? നമുക്കറിയാം, അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. കീറിയ നാവിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഒരു ജീവിയാണ് കീറിയ നാവുള്ളത്. ദൈവം സൃഷ്ടിച്ച ജീവിയിൽ കൗശലക്കാരനായ പാമ്പ് മാത്രമേ കീറിയ നാവുള്ളൂ. കീറിയ നാവെന്ന് പറയുന്നത് നുണയുടെ നാവാ. ഈ കാലയളവിൽ സുവിശേഷത്തിനെതിരായി, സഭയ്ക്കെതിരായി, വിശ്വാസത്തിനെതിരായി, ദൈവവചനത്തിനെതിരായി ബുദ്ധി കൊണ്ട് സാത്താൻ ബന്ധിക്കുമ്പോൾ, 2 കൊരിന്തോസ് 4:4 സാത്താൻ കയറി ബന്ധിക്കുമ്പോൾ, കീറിയ നുണയുടെ നാവിനെ തകർക്കാൻ പരിശുദ്ധാത്മാവ് വന്നത് കീറിയ അഗ്നി നാവാണ്. സത്യത്തിന്റെ നാവുമായി വന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കുടുംബങ്ങളിലും വ്യക്തികളിലും ഇറങ്ങണം. അതുകൊണ്ട് നമുക്ക് ദാഹിക്കാം, നമുക്ക് ദാഹിക്കാം, ആഗ്രഹിക്കാം. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആഗ്രഹം നമുക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്ര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കൊരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിവാഹ തടസ്സമാണ്, നമ്മൾ എത്ര കഷ്ടപ്പെടാറുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഇതൊന്നും അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാനോ പറയാനല്ല, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരാ. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ടോ പരിശുദ്ധാത്മാവ് നിറയാൻ? നമുക്കൊക്കെ നമ്മുടെ അൽഫോൻസാമ്മയുടെ കബറെടുത്തി പോയി പ്രാർത്ഥിക്കാറുണ്ട്, യൗപ്രാസ്യമ്മയുടെ കബറെടുത്തി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കുമോ? ഈ അമ്മയ്ക്കുണ്ടായ അഭിഷേകം എനിക്ക് വേണം, ചാവറയച്ചനുണ്ടായ ഒരു അഭിഷേകം എനിക്ക് വേണം, അന്തോനീസ് പുണ്യാനുണ്ടായ ഒരു അഭിഷേകം എനിക്ക് വേണം. ഇതാണെന്ന് ഈശോ ആഗ്രഹിക്കും. ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് ഈ അഭിഷേകം വേണം. അപ്പൊ ആ അഭിഷേകത്തിന് വേണ്ടി നമ്മളൊന്ന് ആഗ്രഹിക്കാൻ പോവാ. ആ അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമുക്കൊരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് ഞാൻ പറയണത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരൊക്കെ പലതും ശ്രദ്ധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ദൈവമക്കളെ, 2001 കർത്താവിന്റെ വചനം കിട്ടിയപ്പോൾ, 2001 21-ാമത്തെ വർഷമായി സുവിശേഷ വേലയിൽ. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം, ലോകം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ്സുകാരും. പക്ഷെ അവരുടെ നടുവിലൂടെ എൻ്റെ ദേശത്ത് ഈ സുവിശേഷവുമായിട്ട് നടക്കാൻ ചങ്കുറപ്പ് കിട്ടിയത്
പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ്. ആമേൻ. ഒരു വ്യക്തി വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കുന്ന നന്ദി പ്രകടനം, ആഹ്ലാദ പ്രകടനമാണ് സുവിശേഷ വേല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും നേർക്ക് നേർ നിർത്തുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയത്, വേറൊരു കാര്യത്തിനല്ല. കർത്താവിന്റെ വേലയ്ക്ക് ആയിരങ്ങളെ വേണം, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ആയിരങ്ങളെ വേണം. വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ, സഹിച്ചു പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, സഭയെ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കാൻ, അതിനേക്കാളുപരി രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാകാൻ. കാരണം ഇത് വേറൊന്നല്ല, ഇനി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മർദ്ദിത പീഡിത കാലഘട്ടം വരാൻ പോവാ. പീഡിത കാലഘട്ടം വരാൻ പോവാ. അന്ത്യോക്യയിലും സിറിയയിലും ഇറാഖിലും ഇറാനിലുമുള്ള പോലെ കാലഘട്ടം. അവിടെ ശാരീരികമായി സഭയിലുള്ള മക്കളെ വധിക്കുമെങ്കിൽ യൂറോപ്പിലും കേരളത്തിലും ആത്മീയമായി സാത്താൻ ഭിന്നിപ്പുണ്ടാക്കി വിശ്വാസ തകർച്ച കൊണ്ടുവന്നിട്ട്, നെഗറ്റീവ് വാർത്ത കൊണ്ടുവന്നിട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാൻ സാത്താൻ ശ്രമിക്കും. ഒന്ന് ശാരീരികമായി സാത്താൻ സഭയെ ആക്രമിക്കുമ്പോൾ യൂറോപ്പിലും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ആത്മീയ മേഖലകളിൽ, ബൗദ്ധിക മേഖലയിൽ കടന്നു വന്ന് സാത്താൻ ആക്രമിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച്, എൻ്റെ മകൻ ഒരു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ മകനാകട്ടെ, എൻ്റെ മകൾക്ക് പരിശുദ്ധാത്മാവിനെ, അത് ഏത് ജീവിതം ആയിക്കോട്ടെ, ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ പരിശുദ്ധാത്മാവ് നിറയണം. അവനിൽ പരിശുദ്ധാത്മാവിന് ജ്വലനമുണ്ടാകണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന് വേണം. ഈ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചേ. ഈ ആഗ്രഹത്തിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഈ ആഗ്രഹത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഈ ആഗ്രഹത്തിൽ ആ വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് ചില വ്യക്തികളെ പ്രത്യേകം അഭിഷേകം ചെയ്യാൻ പോവാ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങാൻ പോവാ, കർത്താവിന്റെ തീ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച്, ആമേൻ. ശക്തിയോടെ കരമടിച്ച് ജോയേൽ 2:28-29 അവസാന കാലഘട്ടത്തിൽ എല്ലാവരുടെ മേലും ആത്മാവിനെ വർഷിക്കും. വൃദ്ധന്മാർക്ക് സ്വപ്നം നഷ്ടപ്പെട്ടു പോയ, നിരാശപ്പെട്ടിരിക്കുന്ന വൃദ്ധജനത്തിന് മേൽ കർത്താവ് സ്വപ്നം തരാൻ പോവാ. കർത്താവ് പുതിയ സ്വപ്നം തരാൻ പോവാ. കർത്താവേ, ജോയേൽ 28-29 അപ്പോസ്തലപ്രവൃത്തി 2:18-19 ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ഈ 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കട്ടെ. ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കൈയടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം ശക്തിയോടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തിയോടെ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, യേശുവിന്റെ ആത്മാവേ പോലെ പെയ്തിറങ്ങി വാ. ശക്തി, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, യേശുവിന്റെ ആത്മാവേ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. ഒരു വചനം നമ്മൾ പറഞ്ഞ്
തുടർന്ന് ആരാധനയിൽ കിടക്കും. ജോയേൽ 2:28-9, അപ്പസ്തോല പ്രവർത്തനം 2:18-10. ഈ വചനം തന്നെ പത്രോസിൽ ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ വചനം ഇതാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വചനം റോമാലേഖനത്തിൽ ആവർത്തിക്കുന്നു വെച്ചാൽ അത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ പുതിയ അഭിഷേകമായിട്ട് വരിക. ജോയേൽ 2:28-29 വചനം പറയുക. അവസാന കാലഘട്ടം ആദ്യം ശ്രദ്ധിച്ച്, എല്ലാവരുടെ മേൽ ആത്മാവിനെ വർഷിക്കും. വൃദ്ധന്മാർക്ക് എന്ന് വെച്ചാൽ വൃദ്ധന്മാർ അർത്ഥമുണ്ട് സ്വപ്നം നഷ്ടപ്പെട്ടു പോയ നിരാശപ്പെട്ടവർ, അവർക്ക് നവസ്വപ്നം കിട്ടും. ദർശനം നഷ്ടപ്പെട്ടവർക്ക് ദർശനം കിട്ടുക. അത് ദർശനം നഷ്ടപ്പെട്ടു പോയി. കൊറോണയല്ലേ, എന്നാ ചെയ്യും? ദർശനം നഷ്ടപ്പെട്ട മക്കളുടെ മേൽ പുതിയ ദർശനം തരാൻ പോവാ. പുതിയ ദർശനം, സുവിശേഷ വേലയുടെ ദർശനം. ദൈവമക്കളെ, പുതിയൊരു വാതിൽ കർത്താവ് തുറക്കാൻ പോവാ. വെളിപാട് പുസ്തകം 3-7-8. ഫിലാദൽഫിയിലെ ദൂതൻ എഴുതുക, സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും. ഈ വചനത്തിന്റെ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ നിറയാൻ പോവാ. ഒരു പുതിയ വാതിൽ. ദൈവമക്കളെ തെറ്റിദ്ധരിക്കരുത്, ഭൗതിക വാതിലല്ല. സഹനത്തിന് നടുവിൽ സഭയെ പടുത്തുയർത്താൻ അഭിഷേകം. നിന്ദനത്തിന് നടുവിൽ സഭയെ മുറുകെ പിടിക്കാൻ അഭിഷേകം. വിശ്വാസത്തിന്റെ വീരന്മാർ കർത്താവെ സഭയ്ക്ക് എഴുന്നേക്കാൻ ഓരോ കാലയളവിൽ നമുക്കറിയാം. 5-ാം നൂറ്റാണ്ടിൽ സെന്റ് ബെനഡിക്റ്റിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, 12-ാം നൂറ്റാണ്ടിൽ ഡൊമിനിക്കിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, അസീസിലെ ഫ്രാൻസിസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, സെന്റ് ആന്റണി എഴുന്നേൽപ്പിച്ചതുപോലെ, 15-ാം നൂറ്റാണ്ടിൽ ആവിലായിൽ അമ്മത്രുസെ എഴുന്നേൽപ്പിച്ചതുപോലെ, നമുക്കറിയാം ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവ്യറിനെയും പീറ്റർ ഫാബറിനെയും, 20-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ജോൺ പോൾ മാർപ്പാപ്പയെയും മദർ തെരേസ എഴുന്നേൽപ്പിച്ചതുപോലെ, ഈ കാലയളവിൽ 2022-ൽ കർത്താവ് പുതിയ ദൈവമക്കളെ അഭിഷേകം ചെയ്ത് സഭയെ പടുത്തുയർത്താൻ എഴുന്നേൽപ്പിക്കാൻ പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധന നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ. നമ്മൾ ഇന്ന് ആരാധനയിൽ പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവം ഷക്കന ടെലിവിഷന്റെ ഈ ഫ്ലോറിൽ ജീവിക്കുന്ന ദൈവം ലൈവായിട്ട് നമ്മൾ ഓർക്കണം. ഈ ശുശ്രൂഷ ലൈവാണ്. തുടർന്ന് ഇപ്പോൾ ദിവ്യകാരുണ്യ ആരാധന വരിക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണം. റെക്കോർഡ് ശുശ്രൂഷ ലൈവ് ശുശ്രൂഷയാണ്. ഇത് ദേശങ്ങളിൽ 5 ഭൂഖണ്ഡങ്ങളിൽ ഇത് കാണുന്ന മക്കൾ, ആ കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് വേറൊന്നിനുമല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ പെന്തക്കോസ്താഭിഷേകം, പുതിയ കൃപാവരത്തിന്റെ അഭിഷേകം. നമ്മളന്ന് പറഞ്ഞല്ലോ, ഇന്ന് ആദ്യത്തെ രക്തസാക്ഷിയായ സെന്റ് സ്റ്റീഫന്റെ തിരുനാൾ ദിവസമാണ്. കല്ലുകൾ വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിന്റെ തിരുനാൾ ദിവസം. ഈ സ്റ്റെഫാനോസിൽ നടപടി 6-8-10 കൃപാവരവും അവനെ വെളിപ്പെട്ട ആത്മാവിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ ശക്തി കിട്ടിയത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമുക്കെതിരെ വരുന്ന കല്ലുകൾ, അവിശ്വാസത്തിന്റെ കല്ലുകൾ, ജഡികതയുടെ കല്ലുകൾ, പണത്തിന്റെ കല്ലുകൾ, ലോകത്തിന്റെ കല്ലുകൾ, നിരീശ്വരത്തിന്റെ കല്ലുകളെ നേരിടാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് ഭവനത്തിൽ മുട്ടുകുത്തി നിൽക്കാം. തുടർന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാൻ പോവാം. കരങ്ങൾ രണ്ടും യാചനാപൂർവം പിടിക്കണം, വേറൊന്നിനുമല്ല. ദാഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഓ പരിശുദ്ധാത്മാവേ, കൈയടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ദിവ്യകാരുണ്യ ഈശോയെ, കൈയടിച്ച് ആരാധന 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 ആരാധന
ആത്മനാഥനേശുവിനെ പാടി പ്രാർത്ഥിച്ചേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ശക്തിയോടെ കരമടിച്ച്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ പാടി. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു വിശ്വാസത്തോടെ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ചേർന്ന് ആരാധിച്ചിരുന്നു പാടിക്കേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ വിശ്വാസത്തിൽ ആരാധിക്കുന്നു അന്നു ഞങ്ങൾ മുഖം കണ്ട് കരങ്ങൾ ആരാധിച്ചിരുന്നു ഉയർത്തി അടിച്ച് മഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ യേശുനാമത്തിൽ കോട്ടകൾ തകരും ബാധകളൊഴിയും പൈശാചികം കോട്ടകൾ തകരട്ടെ. മഴിയും കെട്ടുകളഴിയും സാത്താന്റെ അടിമത്ത ചങ്ങല കൊട്ടട്ടെ. ബാധകളൊഴിയും ആരാധനയെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. എല്ലാ ദൈവമക്കളും സ്തുതിക്കണം. ഈ സമയത്ത് ദിവ്യകാര്യത്തിൽ ശക്തി പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരട്ടെ. എഴുന്നള്ളിച്ചു വച്ച ദിവ്യകാര്യത്തിൽ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ ദാഹിച്ച് പ്രാർത്ഥിച്ച് കൈയടിച്ച് പാടി പ്രാർത്ഥിക്കാം. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മണ്ണുടമുളയും തീ കത്തിയിടും ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മണ്ണുടമുളയും തീ കത്തിയിടും ആരാധനയെങ്കിൽ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആരാധന 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 ദൈവശക്തി, കൃപയുടെ ശക്തി, കർത്താവേ, തീ പിടിക്കണമേ. എന്റെ ഈശോ ഈശോ എന്നെ തൊടണേ തൊടണേ. എന്റെ ഈശോ എന്നെ തൊടണേ ചെല്ലണം. എന്റെ ഈശോ എന്നെ തൊടണേ തൊടണമേ കർത്താവേ. എന്റെ ഈശോ എന്നെ തൊടണേ എന്റെ ഈശോ എന്നെ തൊടണേ ഈശോ, എന്റെ ഈശോ എന്നെ തൊടണേ Power, എന്റെ power. ഈശോ എന്നെ തൊടണേ എന്റെ ഈശോ എന്നെ തൊടണേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അനിശ്ചിതത്വത്തിന് സ്വാതന്ത്ര്യം. അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ജനപദങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, കൃപ, ജനകോടികളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ കരങ്ങളൊന്ന് തുറന്നു പിടിച്ചേ. അപ്പസ്തോല പ്രവർത്തനങ്ങള് 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ ഭയപ്പെട്ട് അവർ പ്രാർത്ഥിക്കുക, കർത്താവേ, അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിക്കണമേ. ഈ കാലയളവിലുണ്ട് സഭയ്ക്കെതിരായി, വിശ്വാസത്തിനെതിരായി, ശാരീരികമായി ക്രൈസ്തവരെ കൂട്ടം കൂട്ടമായി കൊന്നെടുക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ വർഷം 3700 പേരാ എന്റെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായത്. 54 രാജ്യങ്ങളാ സഭ പീഡിപ്പിക്കപ്പെടുന്നത്. ചില ദേശത്ത് സഭ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, എന്നാൽ ചില രാജ്യങ്ങളിൽ, ചില ദേശത്തെ സഭ സ്പിരിച്വലായി, ആത്മീയമായി പീഡിപ്പിക്കപ്പെടുന്നു. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ആദിമ സഭയിലെ വിശ്വാസികൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിക്കണമേ. അടുത്ത വാക്യം, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ. ദൈവമക്കളെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുന്നു, അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വീണ്ടും ജ്വലിച്ചു. അവർ ധൈര്യത്തോടെ വചനം പ്രഘോഷിച്ചു. ഈ അഭിഷേകമാ സഭയ്ക്ക് വേണ്ടത്, ഈ അഭിഷേകമാ കുടുംബങ്ങൾക്ക് വേണ്ടത്, ഈ അഭിഷേകമാ മങ്ങിപ്പോയ ശുശ്രൂഷകർക്ക് വേണ്ടത്. കൊറോണയാ, ഇനി ഒന്നുമില്ല, നോ, അത് ലോകം പറയുന്നതാ. എന്റെ ദൈവമക്കളെ, പാപം പെരുകുമ്പോൾ, തിന്മ പെരുകുമ്പോൾ, വിശ്വാസത്തിനെതിരെ പോരാട്ടം നടക്കുമ്പോൾ വിശ്വാസ വീരന്മാർ എഴുന്നേക്കേണ്ടത്. ഏലിയായെ പോലെ, ജെറമിയായെ പോലെ, എസെക്കിയേലിനെ പോലെ, ഹോസിയായെ പോലെ, ബെനഡിക്റ്റിനെ പോലെ, ഡൊമിനിക്കിനെ പോലെ, അസീസിലെ ഫ്രാൻസിസിനെ പോലെ, കർത്താവേ ഫ്രാൻസിസ് സേവറിനെ പോലെ വിശ്വാസ വീരന്മാരെ, ദൈവ സഹായത്തെ പോലെ കർത്താവേ വിശ്വാസ വീരന്മാരെ സഭയ്ക്ക് നൽകണമേ. നമ്മൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. 6 വയസ്സുള്ള താർസ്യൂസ് ആണ് മതപീഡന കാലഘട്ടത്തിൽ, വൈദികർക്ക് കുർബാന കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ തന്റെ വയറ്റിൽ വിശുദ്ധ കുർബാന കെട്ടിവെച്ചിട്ട് വൈദികർ കൊടുത്തുവിടുമ്പോൾ ജയിലിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം കൊടുത്തത് താർസ്യൂസ് എന്ന് പറയുന്ന 6 വയസ്സുകാരന്റെ മേൽ ആത്മാവ് നിറഞ്ഞപ്പോഴാണ്. പിന്നീട് അവർ പിടിക്കപ്പെട്ടപ്പോൾ കൈയും കാലും വെട്ടി 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 നുറുക്കി ഇഷ്ടികയ്ക്കകത്തിട്ട് ചുട്ട് കെട്ടിടം പണിയുമ്പോൾ വെട്ടുന്ന സമയത്ത് താർസ്യൂസ് ചിരിക്കുക. ദൈവമക്കളെ, ഈ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇതാണ് ലോറൻസിന്റെ മേൽ പകർന്ന അഭിഷേകം. ഇതാണ് അന്ത്യോക്യയിലും സിറിയയിലും ഇറാനിലും ഇറാഖിലുമുള്ള ക്രൈസ്തവരുടെ മേൽ അഭിഷേകം. ഇതാണ് ചൈനയിലുള്ള വിശ്വാസികളുടെ അഭിഷേകം. ഈ അഭിഷേകമാണ് ഭാരത സഭയ്ക്ക്, കേരള സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് ഇനി വേണ്ടത്. അതിനാണ് പുതിയ പെന്തക്കോസ്ത്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രസ്യായും വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടും ഒരു പ്രവചനം നടത്തിയത്. ആദിമ നൂറ്റാണ്ടിനെ വെല്ലുന്ന മഹാവിശുദ്ധര് അന്ത്യനൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയിൽ എഴുന്നേക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ആദിമ നൂറ്റാണ്ടിന് ആദ്യത്തെ 4 നൂറ്റാണ്ടിലെ രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പണിയപ്പെട്ട സഭയെ വെല്ലുന്ന വലിയ മഹാവിശുദ്ധർ അന്ത്യനൂറ്റാണ്ടിൽ എഴുന്നേക്കും. ഈ കാലയളവിൽ അതിനാണ് പൗലോസ്ലിഹായിലൂടെ 1 രാജാക്കന്മാരുടെ വചനം വീണ്ടും വെളിപ്പെടുത്തിയത്. അവസാനം കൃപയുടെ 7000 മക്കളെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ബാലിന്റെ മുന്നില്, തിന്മയുടെ മുന്നില്, ലോകത്തിന് മുമ്പിൽ, സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കാൻ നിൽക്കുന്ന അഭിഷേകമുള്ള വൈദികർ, സമർപ്പിത കുടുംബ ജീവിതക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. കർത്താവ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതുകൊണ്ട് ദാഹിക്കണം. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ ദാഹിക്കണം. എന്തിനാ ദാഹിക്കുന്ന അറിയാമോ? യേശുവേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവത്തിന്റെ പരിശുദ്ധ സിംഹാസനം വെളിപ്പെട്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, കർത്താവേ, ഞാൻ അശുദ്ധനാ, അശുദ്ധമായ അതരമുള്ളവനാ. കർത്താവിന്റെ ഒരു പിറുപിറുപ്പ് തീക്കട്ട് അവനെ നാവിൽ വെച്ചിട്ട് കർത്താവ് പറയാ, ആരെനിക്ക് വേണ്ടി പോകും? ഇത് കർത്താവിന്റെ വേദനയാ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവമക്കളെ കർത്താവ് ചോദിക്കുന്നു, ദിവ്യകാരന് ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി കാലയളവിൽ നിലകൊള്ളും? ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി വാദിക്കും? ആരെന്റെ സഭയെ പൊടിച്ചു പിടിക്കും? ആരെന്റെ സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കും? അവരെയാണ് കർത്താവ് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. 2 കരങ്ങൾ ഉയർത്തി ഒറ്റവിളി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. തീ പോലെ പടരട്ടെ. കരങ്ങൾ അടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ദാഹിച്ച് പ്രാർത്ഥിച്ചേ ശക്തിയോടെ.
അതിവേഗത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കപ്പെടട്ടെ. രാജ്യങ്ങൾ കീഴടക്കട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. കരങ്ങളോ ഈശോയുടെ നേരെ കെട്ടിപ്പിടിച്ചേ, എന്നോടൊന്ന് സ്തുതിച്ചേ. കർത്താവേ, ഹല്ലേലൂയ, 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 ആത്മാക്കളെ ഉണർത്തുവാനുള്ള തീ, കുടുംബങ്ങളെ നവീകരിക്കുവാനുള്ള തീ, തിരുസഭയെ ശക്തിപ്പെടുത്തുവാനുള്ള തീ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ ഉയർത്തിപ്പിടിച്ച് ദൈവമക്കളെ കണ്ണടച്ചു പിടിച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിക്കാം. എന്നിട്ട് എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നറിയാമോ? ഇന്ന് നമ്മൾ വേറെ ഒരു പ്രാർത്ഥനയുമില്ല. കർത്താവേ, ഉപരി അഭിഷേകം, ഉപരി അഭിഷേകം, കവിഞ്ഞൊഴുകുന്ന അഭിഷേകം, അത് പ്രാർത്ഥിക്കണം. തനിക്ക് എത്രയോ അധികമായി. ലൂക്കാ 11:13 ചോദിക്കുന്നവർക്ക് എത്രയോ അധികം ആത്മാവിന് ഈശോ നൽകും. അത് ഭൗതികതയല്ല ഈശോ പറഞ്ഞത്, ആത്മീയതയാ. ദാഹിച്ച് എന്നിട്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എന്നെ ഒരു സുവിശേഷകനായി എഴുന്നേൽപ്പിക്കണം. നിങ്ങളുടെ കഴിവ് കർത്താവിന് വേണ്ട, നിങ്ങളുടെ സമർപ്പണമാണ് ഈശോയ്ക്ക് വേണ്ടത്. കാരണം കർത്താവിന്റെ വേലയ്ക്ക് കർത്താവ് തെരഞ്ഞെടുത്തതെല്ലാം സാധാരണക്കാരെയാണ്. മുക്കുവനായ പത്രോസ്, നമുക്കറിയാം, പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടതെല്ലാം സാധാരണക്കാർക്കാണ്. പ്രിയപ്പെട്ടവരെ, 1967 കാലഘട്ടത്തിൽ ലോകത്തിൽ മാറ്റപ്പെട്ട വാഴ്ത്തപ്പെട്ട തെരേസാ നൂമാൻ ഒരു വിദ്യാഭ്യാസം പോലത്തെ മകൾ അറമായിക് ഭാഷയിലാണ് പുസ്തകം എഴുതിയത്. ഇന്നും ആ ശരീരം വഴികിട്ടില്ല. വാഴ്ത്തപ്പെട്ട തെരേസാ നൂമാൻ ദൈവത്തിന് സമർപ്പണം കൊടുക്കുക. നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച എൻ്റെ മക്കൾ വിശുദ്ധനായ വൈദികൻ, വിശുദ്ധനായ സുവിശേഷകൻ ആഗ്രഹിക്കുക. നിങ്ങൾ ചോദിച്ചോട്ടെ, എത്ര അത്ഭുതം നടന്നിട്ടുണ്ട്, എത്ര വിദേശയാത്ര നടന്നിട്ടുണ്ട്, എത്ര ബിസിനസ് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോട് ആത്മീയത ചോദിച്ചാൽ അവൻ കവിഞ്ഞ് നിറച്ചു അമർത്തി തരും. പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ ആഗ്രഹിച്ചേ. എന്നിട്ട് കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് കണ്ണോളം തുറന്നു പിടിച്ചേ ഈശോട് ആഗ്രഹിച്ചേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ ഒരു ശുശ്രൂഷ കർത്താവ് സ്വർഗം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. ടീം ഷെക്കന നടന്ന ശുശ്രൂഷയാണ്. ഷെക്കന മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ 5 ദിവസക്കാലം ഈ ശുശ്രൂഷയുണ്ട്. എന്ന് വെച്ചാൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ ഈ 2021 അവസാനിപ്പിച്ച് പുതിയ വർഷത്തിലേക്ക് കയറുന്നവരെ ഈ ശുശ്രൂഷയുണ്ട്. എന്ന് വെച്ചാൽ തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്കാൻ എല്ലാ ദിവസവും, നാളെ മുതൽ, ഇന്നും മുതൽ നാളെ എല്ലാ ദിവസവും ഉണ്ട്. 5 ദിവസക്കാലം 9 മുതൽ 10:30 വരെയുള്ള സമയത്ത് അധികമായ അളവിലെ ശുശ്രൂഷ, അധികമായ അളവിലെ അഭിഷേകം ഈ ശുശ്രൂഷയായി എല്ലാ മക്കളെയും, പ്രിയപ്പെട്ട ദൈവമക്കളെ ക്ഷണിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് 2021 അവസാനിച്ചു, 2022 കയറുമ്പോൾ അടുത്ത വർഷം കർത്താവെ പുതിയ കൃപാവര അഭിഷേകം എന്നറിയാം.
പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിന് വേണ്ടിയും ടീമങ്ങൾക്ക് വേണ്ടിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ആലയത്തെ സഹായിക്കുന്നവരെ, ബഹുമാനപ്പെട്ട വൈദികർ, പിതാക്കന്മാർ, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ചാനലിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ഇതിനെ സാമ്പത്തികമായി ഞെരുക്കങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങളുടെ ദശാംശം സാമ്പത്തികമായി സഹായിക്കുന്നവർ, ആത്മീയമായി സഹായിക്കുന്നവർ, ലോക രാജ്യങ്ങളിലിരുന്ന് ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നും ബലിയർപ്പിച്ചും ആരാധനയിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട വൈദികർ, സമർപ്പിതർ, അൽമായ ശുശ്രൂഷകരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടെ കർത്താവ് നന്നായി ഈ അനുഗ്രഹത്തിനായി ശുശ്രൂഷയ്ക്കായി നന്ദി പറയാം. നമുക്ക് മുട്ടുമേ നിന്ന് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമുത്തി നിന്ന് കർത്താവ് അധികമായ അളവിൽ ഈ ആശീർവാദ സമയത്ത് അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അധികമായി, വേറെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അധികമായ അളവിൽ അഭിഷേകം തരണം, അധിക കൃപ തരണം. ഇന്ന് പ്രാർത്ഥിച്ചതിന് ഇരട്ടി കിട്ടണം. വിശുദ്ധിയുടെ ഒരു ദാഹം വേണം, വിശ്വാസത്തിന്റെ വളർച്ച വേണം. ഇരട്ടി ഇരട്ടി ബൈബിൾ വായിക്കാൻ അഭിഷേകം തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, കർത്താവേ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം അധികമായ അളവിൽ നൽകണമേ, തൂകണമേ വത്സലസുതരിൽ. അധികമായ അഭിഷേകം നൽകണമേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ അധികമായ വിശുദ്ധി നൽകണമേ. ചിന്തണമേ ദിവ്യവര. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകണമേ, അധികമായ അളവിൽ അഭിഷേകം നൽകണമേ, ഉപരി വിശുദ്ധി നൽകണമേ. ഈശോയേ, ഈശോയേ, ഈശോ വരണമേ, ഈശോ, ഈശോയേ, ഈശോ, വരണമേ.